Hi students, welcome to Domestic Biometric Data Operator Vocational Theory Classes. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ SQL ആണ്, Structured Query Language. SQL പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ആവശ്യമുള്ള പ്രീവിയസ് പോർഷൻ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. യെസ്, വാട്ട് ഈസ് ഡാറ്റ? Raw facts related to any object is data. Well done. For example, your name, age, height, weight, etc. are some data related to you. Data text formatil മാത്രമല്ല, images, pictures, video, PDF and biometric images are all forms of data. Very good. എല്ലാവരും ഓർത്തെടുത്തു അല്ലേ? Now, what is database and database management system? Database is a well-organized collection of data. ഓർഡർ അല്ലാത്ത റാൻഡം ആയ ഡാറ്റയുടെ വെൽ ഓർഗനൈസ്ഡ് കളക്ഷനെയാണ് ഡാറ്റാബേസ് എന്ന് വിളിക്കുന്നത്. Then what is DBMS? Database Management System or DBMS is a set of programs which allows users to create and use databases, manipulate them and to represent data in various forms. ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പലതരത്തിൽ വ്യൂ ചെയ്യാനും സഹായിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയോ സോഫ്റ്റ്വെയറിനെയോ ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. Then we studied about different data models and which is the most popular data model? Relational data model. Relational data മോഡലിൽ ഡാറ്റ ടേബിൾ ഫോർമാറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിളാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, കോഴ്സ്, ഏജ് അടങ്ങിയ ഒരു ടേബിൾ ഡാറ്റയാണ്. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡാറ്റ എന്തൊക്കെ ഡാറ്റയാണ് നമ്മുടെ ടേബിളിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, നൗ വി കം ടു അവർ ടോപ്പിക് SQL. വാട്ട് ഈസ് SQL? റിലേഷണൽ ഡാറ്റാബേസിലെ ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് SQL. SQL is a programming language used for storing and managing data in database. It is sometimes called as SQL. SQL was first developed in 1970 by IBM researchers Raymond Boyce and Donald Camberley. Let's discuss some of the main features of SQL. SQL is very simple and easy to learn. SQL queries അല്ലെങ്കിൽ കമാൻഡ്സിൽ കാണുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയ ആർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ് SQL. SQL allows users to create, update, delete and retrieve data from a database. ഒരു ഡാറ്റാബേസിലേക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ, ഡാറ്റ എൻട്രി നടത്താനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് SQL. ANSI അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും ISO ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷനും അംഗീകരിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് SQL ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റാബേസസ്. ഡാറ്റാബേസുകളെ ക്രിയേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് SQL. SQL works with database programs like DB2, Oracle, MS Access, MySQL Server, etc. ഒട്ടുമിക്ക ഡാറ്റാബേസ് പ്രോഗ്രാംസിലും ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് SQL.
Now let us discuss some SQL commands. നമുക്ക് പഠിക്കേണ്ടത് mainly 3 groups of commands ആണ്. First one is DDL, Data Definition Language. Second one is DML, Data Manipulation Language. Third one is TCL, Transaction Control Language. ഇനി നമുക്ക് ഓരോ വിഭാഗത്തെയും പ്രത്യേകം എടുത്ത് നോക്കാം. ഡാറ്റ ഡെഫിനിഷൻസ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു. റിലേഷണൽ ഡാറ്റാബേസിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ടേബിൾ ഫോർമാറ്റിലാണ്. ആ ഒരു ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന കമാൻഡ്സിനെയാണ് DDL കമാൻഡ്സ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് DDL കമാൻഡ്സ് നമുക്കൊന്ന് നോക്കാം. ക്രിയേറ്റ് ടേബിൾ പേര് കേട്ടാൽ തന്നെ അറിയാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, ഡാറ്റാബേസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്രിയേറ്റ് ടേബിൾ. സെക്കൻഡ് വൺ ഈസ് ഓൾട്ടർ ടേബിൾ. ഡാറ്റാബേസ് ടേബിളിൽ ഏതെങ്കിലും കോളം ആഡ് ചെയ്യാനോ ഡ്രോപ്പ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്ത് കളയാനോ മോഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓൾട്ടർ ടേബിൾ. തേർഡ് വൺ ഈസ് ഡ്രോപ്പ് ടേബിൾ. ഒരു ഡാറ്റാബേസ് ടേബിളിനെ കംപ്ലീറ്റ് ആയി ഡ്രോപ്പ് ചെയ്ത് കളയാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ് ടേബിൾ. Now let us discuss Data Manipulation Language or DML commands. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കൊണ്ട് നമ്മളൊരു ടേബിളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാൻ, ഡാറ്റ ചേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനും സഹായിക്കുന്ന കമാൻഡ്സിനെയാണ് DML കമാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻസേർട്ട് ഇൻടു കമാൻഡ്. നമ്മുടെ ഡാറ്റാബേസ് ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന കമാൻഡാണ് ഇൻസേർട്ട് ഇൻടു. ഡാറ്റാബേസ് ടേബിളിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് അപ്ഡേറ്റ് കമാൻഡ്. ഡാറ്റാബേസ് ടേബിളിലെ ഏതെങ്കിലും ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ് കമാൻഡ്. ഡാറ്റാബേസ് ടേബിളിൽ ഡാറ്റ വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ യൂസേഴ്സിന് വ്യൂ ചെയ്യാൻ സഹായിക്കുന്ന കമാൻഡാണ് സെലക്ട് കമാൻഡ്. സോ ദ ഡിഫറെൻറ്റ് DML commands are insert into, inserts new data into the database table. Update command updates data in a database table. Delete command deletes data from a database table. Select command extracts data from a database table. Next is Transaction Control Language or TCL commands. ഒരു ഗ്രൂപ്പ് ഓഫ് ക്വരീസിനെ നമുക്കൊരു ട്രാൻസാക്ഷനായി കൺസിഡർ ചെയ്യാം. ആ ട്രാൻസാക്ഷനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന കമാൻഡ്സിനെയാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് കമാൻഡ്സ് എന്ന് വിളിക്കുന്നത്. There are 3 types of TCL commands. First one is commits, second rollback, and third one is save point. Commit statement എന്താണെന്ന് നോക്കാം. ആ സെറ്റ് ഓഫ് ക്വരീസ്, നമ്മൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വരീസ് സക്സസ്ഫുള്ളി കമ്മിറ്റഡ് ആക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ മൂലം ആ ഡാറ്റാബേസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പെർമനൻ്റ് ആക്കാൻ ഈ സഹായിക്കുന്ന കമാൻഡാണ് കമ്മിറ്റ് കമാൻഡ്.
Commit statement commits the database changes that were made during the current transaction, making the changes permanent. Second one is rollback statement. നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ തെറ്റിപ്പോയി, നമുക്കതൊന്ന് ക്യാൻസൽ ചെയ്യണം. ആ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ക്യാൻസൽ ചെയ്യണം. ഡാറ്റാബേസിനെ പഴയ സ്ഥിതിയിലേക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഇസ് സേവ് പോയിന്റ് കമാൻഡ്. ഏതെങ്കിലും പ്രത്യേക പോയിന്റ് വരെ നമ്മുടെ ട്രാൻസാക്ഷനെ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമാൻഡാണ് സേവ് പോയിന്റ്. Save point command is used to temporarily save a transaction so that you can roll back to that point whenever required. Different data ടൈപ്പുകളെ പരിചയപ്പെടാം. റിലേഷണൽ ഡാറ്റാബേസ് മോഡലിൽ ഡാറ്റ ടേബിൾ ഫോർമാറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു. ടേബിളിൽ പല കോളംസ് ഉണ്ടാവും. ആ ഓരോ കോളത്തിലും പലതരം ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, റോൾ നമ്പർ ഒരു ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പാണ്. അതേപോലെ നെയിം ഒരു ടെക്സ്റ്റ് ഡാറ്റയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ്, ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ്. ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റ് ഉണ്ട് അല്ലേ, അപ്പോൾ അതൊരു ഡേറ്റ് ആൻഡ് ടൈം സൂചിപ്പിക്കുന്ന ഡാറ്റ ടൈപ്പുകളും നമ്മുടെ ടേബിളിൽ വരാം. അത്തരം ഡാറ്റയെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം ഡാറ്റയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഡാറ്റ ടൈപ്സിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നു. സോ ലെറ്റ് us discuss the numerical data types used in SQL. നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്സ് ആയിട്ട് മെയിൻലി പഠിക്കാനുള്ളത് സ്മോൾ ഇൻറ്റ് ഫോർ ഇൻഡിജേഴ്സ് ആൻഡ് ഡെസിമൽ, ഫ്ലോട്ട്, ഡബിൾ. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഡെസിമലും ഫ്ലോട്ടും ഡബിളും ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനും, സ്മോൾ ഇൻറ്റും ഇൻഡിജേഴ്സ് ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ്. സെക്കൻഡ് വൺ ഇസ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്. നെയിം, അഡ്രസ് അതുപോലെയുള്ള ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിൻ്റെയോ നമ്പേഴ്സിൻ്റെയോ കോമ്പിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡാറ്റയാണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ്. സോ നമുക്ക് സ്ട്രിംഗ് ഡാറ്റ ടൈപ്സിന് 3 തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാർ ഫോർ ഫിക്സഡ് ലെങ്ത് സ്ട്രിങ്ങിന് ക്യാർ, varchar for variable length non-binary string, and text for a small non-binary string. ഡേറ്റും ടൈമും ആണ് നമ്മുടെ കോളത്തിൽ വരുന്നതെങ്കിൽ നമുക്ക് ഡേറ്റ്, ടൈം എന്ന ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഡേറ്റിൻ്റെ ഫോർമാറ്റ് ഇയർ, മന്ത്, ഡേറ്റ് ഫോർമാറ്റിലാണ്. ടൈമിൻ്റെ ഫോർമാറ്റ് അവർ, മിനിറ്റ്, സെക്കൻഡ് ഫോർമാറ്റിലാണ്. SQL integrity constraints. SQL integrity constraints are the rules enforced on data columns on table. നമ്മുടെ ഡാറ്റ കോളംസിൽ എൻഫോഴ്സ് ചെയ്യുന്ന റൂൾസിനെയാണ് SQL integrity constraints എന്ന് വിളിക്കുന്നത്. They are used to limit the type of data that can go into a table. ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മുടെ ടേബിളിൽ സ്റ്റോർ ചെയ്യപ്പെടേണ്ടത് എന്ന് ലിമിറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ റൂൾസിനെയാണ് SQL integrity constraints എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നോട്ട് നൾ കൺസ്ട്രെയിൻ. Not null constraint ensures that a column cannot have null value. ഒരു കോളത്തിൽ നൾ വാല്യൂ ഇല്ല എന്ന് എൻഷ്യൂർ ചെയ്യുന്ന കൺസ്ട്രെയിനെയാണ് നോട്ട് നൾ കൺസ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. നോട്ട് നൾ കൺസ്ട്രെയിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോളത്തിൽ നൾ വാല്യൂ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. ഡീഫോൾട്ട് കൺസ്ട്രെയിൻ. ഏതെങ്കിലും കോളത്തിൽ നമ്മൾ വാല്യൂ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ടായ വാല്യൂ കൊടുക്കാനാണ്
ഡീഫോൾട്ട് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് എ ഡീഫോൾട്ട് വാല്യൂ ഫോർ എ കോളം വെൻ നൺ is specified. Unique constraint ensures that all values in a column are different. ഒരു കോളത്തിലെ എല്ലാ വാല്യൂസും ഡിഫറെൻ്റ് ആണ് എന്ന് എൻഷ്യൂർ ചെയ്യുന്ന കൺസ്ട്രെയിൻ്റ് ആണ് യുണീക്ക് കൺസ്ട്രെയിൻറ്റ്. പ്രൈമറി കീ നമ്മൾ കഴിഞ്ഞ വീഡിയോ വോള്യൂം 8 കണ്ടിട്ടുണ്ടാവും. എന്താണ് പ്രൈമറി കീ? നമ്മുടെ ഡാറ്റാബേസ് ടേബിളിലെ ഒരു റോയെ യുണീക്കായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കോളത്തിനെയാണ് നമ്മൾ പ്രൈമറി കീ ആയി ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫോറിൻ കീ. വേറൊരു ടേബിളിൽ നിന്ന് നമ്മുടെ ടേബിളിലെ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കീയാണ് ഫോറിൻ കീ എന്ന് വിളിക്കുന്നത്. ഇറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈസ് എ റോസ് ഓർ റെക്കോർഡ്സ് ഇൻ അനദർ ഡാറ്റാബേസ് ടേബിൾ. വേറൊരു ടേബിളിലെ റോയിനെയോ റെക്കോർഡിനെയോ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കീ കൂടി ആയിരിക്കും ഫോറിൻ കീ. നെക്സ്റ്റ് ഇസ് ചെക്ക് കൺസ്ട്രെയിൻറ്റ്. എന്തെങ്കിലും പ്രത്യേക കണ്ടീഷൻ നമ്മുടെ കോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷ്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരു കൺസ്ട്രെയിൻറ്റിനെയാണ് ചെക്ക് കൺസ്ട്രെയിൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻഡെക്സ്. നമ്മുടെ ബുക്കുകളിൽ നമ്മൾ ഇൻഡെക്സുകൾ സൂക്ഷിക്കാറുണ്ട്. എന്തിനാണ്? ഡാറ്റയെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബുക്കുകളിലെ ഡാറ്റയെ പെട്ടെന്ന് റിട്രീവ് ചെയ്തെടുക്കാനാണ് അല്ലേ? അതേപോലെ ഇൻഡെക്സ് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ടേബിളിൽ നിന്ന് എളുപ്പം ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്തെടുക്കുവാനുമാണ്. ഇൻഡെക്സ് കൺസ്ട്രെയിൻറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് റിട്രീവ് ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ് വെരി ക്വിക്ക്ലി. ഇത്രയുമാണ് നമ്മുടെ തിയറി പോർഷൻ നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മുടെ അടുത്ത ക്ലാസ് നമുക്ക് കുറച്ചുകൂടി ഈ കമാൻഡ്സും ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻസും ഡാറ്റ ടൈപ്സും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ SQL ക്വയറീസ് ചെയ്യാൻ പഠിക്കും. സോ ലെറ്റ് us move to the assignment section. A student table of your choice with appropriate columns. Draw and send it to your vocational teacher. Kindly include 6 rows and 5 columns. നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് ടേബിളിൽ വരാവുന്ന ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 6 റോസും 5 കോളംസുമുള്ള ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ വരച്ചുണ്ടാക്കുക. ഐഡൻറ്റിഫൈ ദ പ്രൈമറി കീ ഇൻ ദ എബവ് ടേബിൾ. ആ ടേബിളിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈമറി കീ തിരഞ്ഞെടുക്കുക. ആൻഡ് ഓൾസോ ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ കോളം അല്ലെങ്കിൽ ആ കോളം എന്തുകൊണ്ടാണ് പ്രൈമറി കീ ആയത് അല്ലെങ്കിൽ ആ ആട്രിബ്യൂട്ട് എന്തുകൊണ്ടാണ് പ്രൈമറി കീ ആയത് എന്ന് കൂടി ജസ്റ്റിഫൈ ചെയ്യുന്ന ആൻസർ നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഐഡൻറ്റിഫൈ ദ സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ഫോർ ഈച്ച് കോളം. നിങ്ങൾ വരച്ചുണ്ടാക്കുന്ന കോളംസ് ഓരോ കോളംസിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പും സജസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. സോ വെരി സിമ്പിൾ അസൈൻമെൻ്റ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നല്ലപോലെ പഠിച്ച് കൈയൊക്കെ കഴുകി മാസ്കൊക്കെ ഇട്ട് സുരക്ഷിതരായിരിക്കുക. താങ്ക് യു.